RSS തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ 100ാം വർഷമാണ്. ആഭ്യന്തര ശത്രുക്കളുണ്ട് അവർക്ക്. മുസ്ലിം, കമ്മ്യൂണിസ്റ്റ്. ഇനി എന്റെ വിഷയത്തില് ഈ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റാ CPM കിട്ടാൻ പോകുന്നത്. പരമാവധി 40 സീറ്റാ കോൺഗ്രസിന് കിട്ടാൻ പോകുന്നത്. BJPക്ക് 400-ലധികം സീറ്റ് കിട്ടും. നിങ്ങളുടെ 400 സീറ്റിൽ കേരളത്തിൽ നിന്ന് 2 അക്കമുണ്ടോ? അതായത് 10 സീറ്റിന് മേലെ ഉണ്ടോ? നിങ്ങളുടെ 400 സീറ്റിനകത്ത് ആ കണക്കിനകത്ത് കേരളത്തിൽ നിന്ന് എത്ര സീറ്റുണ്ട്? അതാ എന്റെ ചോദ്യം. നിങ്ങളുടെ 400 സീറ്റിൽ കേരളത്തിൽ നിന്ന് എത്ര സീറ്റുണ്ട്? നിങ്ങൾ കേരളം കേരളത്തിൽ കാണാം, ഞങ്ങൾ കാണിക്കാം. നിങ്ങളുടെ 400 സീറ്റിൽ കേരളത്തിൽ പറഞ്ഞു കേൾക്കണ്ട. ഈ ചർച്ചയിൽ ശ്രീ അനിലിൽ നിന്ന് ഡയറക്റ്റ് കേരളത്തിൽ ലഭിക്കുന്ന BJP സീറ്റുകളെ കുറിച്ച് ചോദിക്കുമ്പോ BJPയുടെ വക്താവിന് ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ കഴിയുന്നില്ല കേരളത്തിൽ സീറ്റ് കിട്ടുന്നത്. അതാണ് അതിലെ പ്രശ്നം. ആകെ 400 സീറ്റ് കിട്ടുമെന്ന് മോദി പറയുന്നു. അതിൽ 2 അക്കം കേരളത്തിൽ നിന്നാണെന്ന് ബഹുമാനപ്പെട്ട മോദി കേരളത്തിൽ പ്രസംഗിച്ചു. എന്റെ ചോദ്യം BJPയുടെ വക്താവ് മറുപടി പറയണം. ചോദ്യം ഇതാണ്. എന്റെ ചോദ്യത്തിന് മറുപടിയാണ് നരേന്ദ്രമോദി പറയുന്ന 2 അക്കം എത്രയാണ്? 400-ലെ 2 അക്കം കേരളത്തിൽ നിന്ന് എത്രയാണ്? നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് ഇത്തവണ 400-ലധികം കേരളത്തിലെ കാര്യമാണ്. ചോദ്യത്തിനല്ലേ ഉത്തരം. 400 സീറ്റ് കിട്ടും. നോബൽ ചോദ്യത്തിന് ഉത്തരം എഴുതിയാലേ പരീക്ഷ പാസ്സാകൂ. ചോദ്യത്തിന് ഉത്തരം എഴുതിയാലേ പരീക്ഷ പാസ്സാകൂ. ചോദ്യത്തിന് വേറെ. നമ്മൾ പശുവിനെ കുറിച്ച് പറയുമ്പോൾ തെങ്ങിനെ കുറിച്ച് എഴുതുന്ന പോലെ ആയിപ്പോയത്. പശുവിനെ കെട്ടുന്നതാണല്ലോ തെങ്ങിനെ കുറിച്ച്. എത്ര സീറ്റ്? സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ഫ്രം CPIM. കേരളത്തിൽ സീറ്റുകൾ നേടും. 5 സീറ്റിലധികം നേടും. മോദി പറഞ്ഞ 2 അക്കമായില്ല. 5-ലധികം മോദി പറഞ്ഞ 2 അക്കം മോദി പറഞ്ഞ 2 അക്കം 5ആണ്. മോദി പറഞ്ഞ 2 അക്കം നമുക്ക് എങ്ങനെ 5 ആവുന്നത്? മോദി പറഞ്ഞ 2 അക്കം 5-ലധികം ഞാൻ പറഞ്ഞു. 5 കഴിഞ്ഞ 10 അല്ല. 5 കഴിഞ്ഞ 10 അല്ല. 5, 6, 7, 8, 9. എന്തൊരു ദൂരമാ, എന്തൊരു ദൂരം.